സോ ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ പ്ലീസ് അറ്റ് ഗെയിമിംഗ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പവർ വാഷിൻ്റെ പാർട്ട് 2 വീഡിയോയുടെയാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ക്യാമ്പിംഗ് സൈറ്റും ഒരു ചെറിയൊരു വീടും. അതാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. കണ്ടത് നമ്മുടെ ഏരിയയ്ക്ക് ഗൈസ് നമ്മൾ ആദ്യം തന്നെ നേരെ പരിപാടിയായിട്ട് കടന്നിട്ട് വേറെ പറിച്ചിലും പിടിച്ചിരുന്നില്ല. നേരെ നമ്മൾ ക്ലീനിങ് പരിപാടിയാണ്. ഇത് കുറച്ച് വലിയ പരിപാടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയൊരു ക്യാമ്പിംഗ് സൈറ്റ് ക്യാമ്പിങ്ങിൻ്റെ സെറ്റപ്പ് അതും ക്ലീൻ ആക്കണം. അതല്ലാണ്ട് ഒരു ചെറിയൊരു വീടുണ്ട്, പിന്നെ ചെറിയൊരു ടോയ്ലറ്റ് ആണെന്ന് അവിടെ സൈഡിൽ. അതുകൊണ്ട് കുറച്ചധികം പരിപാടിയുണ്ട് നമുക്ക് ഇപ്രാവശ്യം. അത് കഴിഞ്ഞ വീഡിയോസിൽ കണ്ടറിയാം ചെറിയ സാധനം, ചെറിയൊരു വാന്, പിന്നെ മറ്റേ രണ്ടാമത് ചെറുതല്ലായിരുന്നു, അത് കുറച്ച് റിസ്ക് ആയിരുന്നു. റിസ്ക് എന്ന് പറയാൻ പറ്റില്ല, അത് കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആയിരുന്നു. ഇത് അതിനേക്കാളും വലിയ ടഫാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷെ അറിയില്ല, പിന്നെ നമ്മൾ കുറച്ച് പ്ലെയർ ആയതുകൊണ്ട് നമുക്കിതൊന്നും വിഷയമില്ലാത്ത കേസാണല്ലോ വൈസ്. നമുക്ക് ആദ്യം തന്നെ ഫുള്ളും കഴുകി പോട്ടെ, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് പണി കിട്ടും. ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടവർക്കുണ്ടെങ്കിൽ അത് മനസ്സിലാവും എന്താ പണിയെന്ന്. ആരെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിപ്പോൾ എന്തെങ്കിലും ചെളി ഇതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് ഫുള്ള് ജോബ് കംപ്ലീറ്റ് ആവില്ല. ലാസ്റ്റ് ഇത് എങ്ങനെ വന്നിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനേക്കാളും ഭേദം ആദ്യം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് പോകുന്നതല്ലേ ഏത്. പിന്നെ ഇതിൻ്റെ പാർട്ട് വേണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളാരും കമൻറ്റ് ഇട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ വെറുതെ കളിച്ചിടുന്നുള്ളൂ. ഇതിനെന്തെങ്കിലും പാർട്ട് 3 ഉണ്ടാവില്ല, ഇത് ലാസ്റ്റത്തെ എപ്പിസോഡായിരിക്കും ഗൈസ്. നിങ്ങൾ കമൻറ്റ് ഇടണമെങ്കിൽ എന്തെങ്കിലും ഞാൻ പാർട്ട് 3 ആയിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വേറെ ഗെയിംസ് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ വെച്ചിട്ടാണ്. ഗൈസ് ഇത് എനിക്കൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. ഇത് ഇവിടെ ചൂടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ സെറ്റപ്പാണ്. മരത്തടിയും കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതാണ് സംഭവം, അതല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഗൈസ് ഇവിടെ ഫുള്ളും ഇതിൻ്റെ അടിയിൽ ഇടയിലുണ്ട്. ഈ ഗ്യാപ്പിൽ പോകണം കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് പിന്നെ വരണ്ടാവും ഈ ഗ്യാപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. രണ്ടെണ്ണം സെറ്റ് ചെയ്ത്. ഇത് മറ്റേത് നമ്മൾ സംഭവം കേട്ടോ. ഇത് കുക്കിയാണ് സംഭവം കേട്ടോ. ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. കുക്കിയാണ് സംഭവം, ഫുള്ള് ക്ലീൻ ചെയ്യണം. ഗൈസ് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല തിളങ്ങുന്നുണ്ട് സാധനം. ഓക്കെ, നൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണണമെന്ന് എനിക്കറിയാം, അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യാത്തൊരു പോയിട്ട് ലൈക്ക് ചെയ്തിട്ട് വേണം. പിന്നെ സബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും പോയി സബും ചെയ്യുക. സബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ അലോ ചെയ്യാൻ ഇതുപോലത്തെ കുറേ ഗെയിം പ്ലേസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ലൈക്ക് ചെയ്യുക ഗൈസ്, കണ്ടിട്ട് എന്തെങ്കിലും ലൈക്ക് ചെയ്യുക. നമുക്കറിയാലോ അവിടെ കാക്കത്തുള്ളി വ്യൂസ് ഉള്ളൂ, 3-4 പേരെ വ്യൂസ് ഉള്ളൂ. ആ വ്യൂസ് പോലും ലൈക്ക് ചെയ്യാണ്ടിരുന്നേനെ പിന്നെ അടുത്തവർക്ക് എത്തൂല, അറിയാലോ ഗൈസ്. കുറച്ച് കഷ്ടപ്പാടാണ്. ശരിയില്ല, നമുക്ക് ഈ സംഭവം ക്ലീൻ ചെയ്യണം കേട്ടോ, അതാണ് നമ്മുടെ മെയിൻ. ഓക്കെ, നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് ഇത് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പൊക്കത്ത് വരെ സ്റ്റൂൾ എടുക്കണം കേട്ടോ. സ്റ്റൂൾ എടുക്കേണ്ടി വരും. ഇല്ല, ചാടി ക്ലീൻ ചെയ്യാലേ. ഇല്ല, വേണ്ട, സ്റ്റൂൾ എടുക്കുക, അതാണ് ബെറ്റർ. വെറുതെ നമ്മളൊരു സ്റ്റൂളുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ, അറിയാലോ. നമുക്ക് സ്റ്റൂളോടൊക്കെ അതിൻ്റെ പൊക്കത്ത് വരെയിട്ട് സുഖമായിട്ട് വേണ്ട. അതിങ്ങനെ മര്യാദക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, സെറ്റായിട്ട് ഇനി അടിഭാഗം സെറ്റ് ചെയ്യണം കേട്ടോ. പൊക്കത്ത് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ്, ഇനി അടി നോക്കണം. ഓക്കെ, അടിയൊക്കെ ഫുള്ള് കരിയാണ്. ഇത് കരിയല്ലത്, ചെളിയാണ്. പൂപ്പല് പായല് മറ്റാ പെയിൻറ്റിൻ്റെ പരസ്യം പോലെ. ഞാനിപ്പോൾ ഇതെന്തെങ്കിലും ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെന്തെങ്കിലും അത് കണ്ടിട്ട് നേരം ബോറടിക്കണ്ടല്ലോ. നമ്മളിപ്പോൾ 40% ക്ലീൻ ചെയ്ത് കഴിഞ്ഞട്ടാ. നമ്മൾ പുറത്തത്തെ എല്ലാ സംഭവം ചെയ്ത് ഇനി നമ്മുടെ ഈ സെൻറ്ററിലെ ഈ സംഭവം കേട്ടാ, ഈ റൗണ്ടിൽ എടുത്ത് തീ ഇടണ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. അത് സെറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടില്ല, ഇനി നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. തുടക്കം മാത്രമാണിത്. ഓക്കെ. ഇതൊക്കെ നമ്മൾ നോർമലി വാഷ് ചെയ്താൽ മതി കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ തന്നെ പോവുണ്ട്, അതുകൊണ്ട് സീനില്ല. അലിച്ചാൽ അതൊക്കെ പതപ്പിച്ചാലേ പോവുള്ളൂ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്കൊന്നും തന്നെ. ഗൈസ് ഇത് ചായയുടെ സെറ്റപ്പാണ്. ഇത് ഏതവന്മാരാണ് ക്യാമ്പ് ചെയ്തിട്ട് ഈ സാധനം പോലും കൊണ്ടുപോകേണ്ടത്, ഇതൊക്കെ തൂക്കിയിട്ടുണ്ട് പോയതിനാണ് വള്ളിയന്മാരൊക്കെ അല്ലേ. ഇത് കൊണ്ടുതന്നെ ഇപ്പോൾ നമുക്കിതൊന്നും കഴുകേണ്ട ആവശ്യം വരില്ലായിരുന്നു. മടിയായിട്ടല്ല, പക്ഷേ എന്നാലും അറിയാലോ. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വലിയ സീനൊന്നുമില്ല, നമുക്ക് വേഗം അടിച്ച് വാഷ് ചെയ്ത് പോകാന്നുള്ളൂ. അതുകൊണ്ട് വിഷയമൊന്നുമില്ല. കാരണം വെച്ചാൽ വലിയ ചെളിയൊന്നുമില്ല, എന്നാൽ വിചാരിക്കുന്ന ചെളിയൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ പാർട്ടിനകത്ത് ഒരു സംഭവം കഴിക്കാൻ പോലും എന്താണ്ട് ഒരു മിഷ്യൻ പോലത്തെ സംഭവം, അതിൻ്റെ ചെളിയെന്ന് വെച്ചാൽ വെറുതെ അടിച്ചാൽ പോലും ഇതെന്തത് ഇടയിലൊക്കെ സാധനങ്ങൾ പോകണം. സോറി ഗൈസ്. അതിൻ്റെ സാധനം എന്ന് വെച്ചാൽ അടിച്ചാലും പോവില്ല, നമ്മൾ പതപ്പിച്ച് കേൾക്കേണ്ടി വരും. ആ ഒരു സീനാണ്. ഈ കല്ലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ. എൻ്റെ പിന്നെ ഇനി തറയും കൂടെ ക്ലീൻ ചെയ്യാൻ പറയാത്തുള്ളൂ. നമ്മൾ ഈ കല്ല് വരെ ക്ലീൻ ചെയ്യണം. ഇത് നമ്മളാ മറ്റേ ക്യാമ്പിംഗ് സൈറ്റ് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ബാത്റൂം ഉണ്ട്, കാണിച്ചു തരാട്ടാ. നിൽക്കട്ടെ, ഇതെന്തത് ക്ലീൻ ആവാത്തത്? ഫുള്ളും കഴുകിയല്ലോ, എന്താണ് പക്ഷേ ക്ലീൻ ആവാത്തേ?
ഓ ഗൈസ് ഓ യൂസ് ചെയ്യുക ഓക്കെ ഓക്കെ ക്ലീനായി ഓക്കെ ഞാൻ പറഞ്ഞത് ഇതാണ് നമുക്ക് ഇനി ഇത് ക്ലീൻ ആക്കാം. അയ്യോ ഇത് പോണില്ലല്ലോ, ഇത് ഒറ്റടിക്ക് പോണില്ല കേട്ടോ. ഇത് പതപ്പിക്കേണ്ട വരുമെന്ന് തോന്നണ്ടാ ഗൈസ്, ഇത് പതപ്പിക്കേണ്ട വരും. ഞാനൊന്ന് പതപ്പിക്കട്ടെ ഏട്ടാ. ഞാനത് ഫുള്ളും പതപ്പിച്ചിട്ടുണ്ട്. ഓ ഗൈസ് കണ്ടോ, പതപ്പിക്കുമ്പോൾ നമ്മൾ വെറുതെ കൊണ്ട് അടിച്ചു വിട്ടാൽ മതി കേട്ടാ. ഓ ഇതിൻ്റെ പൊക്കത് ഞാൻ പതപ്പിച്ചില്ല, അത് വേറെ കാര്യം ഗൈസ്. ഓക്കെ കണ്ട ഇത് കണ്ട, ഇത് സീനാണ്. പതപ്പിച്ചതിന് സീനില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ കൊണ്ട് അടിച്ചു വിട്ടാൽ മതി, ഫുള്ളുകൊണ്ട് പോയിക്കോളും. ചെളി ഓൾറെഡി ഇളകിയിരിക്കണേണ്, നമ്മൾ വെറുതെ വെള്ളം കൊണ്ട് വാഷ് ചെയ്താൽ മാത്രം മതി ഗൈസ്. ഇതിൻ്റെ പൊക്കത്തേറ സ്റ്റൂൾ ഇവിടെ. ഓക്കെ സ്റ്റൂൾ എടുക്കട്ടെ ഏട്ടാ. സെറ്റ് ഓക്കെ നമ്മൾ പൊക്കത്ത് കയറി അടിക്കാം. ഓ സെറ്റ്. ഓ പതപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ പതിപ്പിച്ചിട്ട് നമുക്ക് രണ്ട് പണിയുണ്ട്, മനസ്സിലായ? കാരണം വെച്ചാൽ നമ്മൾ ഒരാഴ്ച പതിപ്പിക്കണം, പിന്നെ അതിൻ്റെ പിന്നെ വാഷ് ചെയ്യണം, ടൈം നല്ല ഡീല് വരും. പക്ഷെ മറ്റേതാണെങ്കിൽ ചില സാധനമൊക്കെ വേഗം വേസ്റ്റ് അല്ലല്ലോ, നമ്മുടെ പൂപ്പൽ പോവും. പക്ഷെ ചിലതാണെങ്കിൽ പോവില്ല, നമ്മൾ പതിപ്പിക്കാണ്ട് പോവില്ല. അങ്ങനെ ഒരു സീൻ കേട്ടാ. ഓ ഈ സൈഡും കൂടെ ഉള്ളൂ. ഈ സൈഡുള്ള ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഓ ഗൈസ്, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലെ ടോപ്പ് നോക്കിയാൽ പക്ഷേ നമ്മൾ 79% ക്ലീൻ ആക്കിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. 79 പെയ്റ്റ് നമ്മളറിയാം, നമ്മൾ ചുമ്മാ സീനാണ്. ഓ സെറ്റ്. നമ്മളിനി ഇതിന് വീണ്ടും ഫ്രണ്ട് സെറ്റ് ചെയ്യണം കേട്ടോ. എന്തത് ഓക്കെ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ എന്നാലും ചവിട്ടി വരെ ഈ അലാമർദ്ദമൊക്കെ കൊണ്ടുപോയിട്ടില്ല. അതാണ് സംഭവം, മനസ്സിലായില്ലേ? നമ്മളിട്ടിട്ട് ഇങ്ങേറാക്കാൻ വേണ്ടിയിട്ട് കാര്യം നമ്മൾ കഴുകാൻ വന്നാണ്, അത് വേറെ കാര്യം. ഓക്കെ ഓ ഗൈസ്, ബാഗിൽ ചേറിൻ്റെ പാടല്ലോ അത്. ഇവിടെ ചേറ് കഴുകട്ടെ ഏട്ടാ. നമുക്കൊരു ഓരോരോ സാധനം കഴുകിപ്പോൾ അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിട്ടുപോകും, പിന്നെ ലാസ്റ്റ് പിന്നെ ഇത് കഴുകാൻ വേണ്ടി വരേണ്ടി വരും. അതാണ് മെയിൻ വിഷയം എന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഓക്കെ ചേറ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി വീടിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ ഞാൻ ഓൾറെഡി കഴുകിയിട്ടാണ്ട. നമുക്ക് ഇനി വീടിൻ്റെ ഫ്രണ്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ടോപ്പ് കഴുകിയിട്ടില്ല, വീടിൻ്റെ ടോപ്പ് കഴുകാനുണ്ട്. പിന്നെ ഫ്രണ്ട് ഓക്കെ ഈ കസേര സെറ്റായി. നോക്കിയാൽ നമുക്ക് ഇനി ഫ്രണ്ട് ഡോർ സെറ്റ്. ഇത് ചെറുതായിട്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു ഹോള് പോലെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമ്മൾ ഇങ്ങനെ അടിച്ച് ചെയ്യുന്നതിന് വിഷയമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങനെ തന്നെ കഴുകാം, അതാണ് ബെറ്റർ. ഞാൻ ഇതൊന്ന് കഴുകട്ടെ, ഈ ഫ്രണ്ടൊന്ന് ഫുള്ള് ഫിനിഷ് ചെയ്യട്ടെ. നമ്മൾ ഓൾമോസ്റ്റ് 94% നമുക്ക് ഇനി ഈ സൈഡുകൾ കഴുകാനുള്ളൂ കേട്ടോ. ഈ സൈഡുകൾ കഴിക്കാൻ നമ്മൾ സെറ്റാണ്. ഈ സൈഡ് മുതൽ പിന്നെ അടിയിൽ ചെറിയൊരു സംഭവം കൂടിയാണ്, ഞാൻ കാണിച്ചുതരാം. ആദ്യം പിന്നെ ഇതൊന്ന് പതപ്പിക്കട്ടെ കേട്ടോ, ഫുള്ള് പതപ്പിക്കണം. കാരണം വെച്ചാൽ നോർമൽ വാഷ് ചെയ്തിട്ട് ഇത് പോകണില്ല, അപ്പോൾ പതപ്പിച്ചിട്ടാണ് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം പതപ്പിക്കണം, അങ്ങനൊരു വിഷയമുണ്ട്. ഓക്കെ ഓൾ സെറ്റ് ഓക്കെ. പതപ്പിച്ചതിന് പിന്നെ സീനില്ല, നമുക്കത് ഇങ്ങനെ കൊണ്ട് വീശോണ്ടിരിക്കാം. നമ്മൾ ഇങ്ങനെ വരെ. ഓക്കെ ഓ കണ്ട പതപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ അറിയില്ലോ, ഇത് ഞാൻ പറഞ്ഞതിന് പിന്നെയും പറയണ്ടെന്ന് തോന്നല്ലേ, എനിക്കും തോന്നുന്നുണ്ട് ഗൈസ്. അങ്ങനെ പറയുന്നതിന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ ഗൈസ്, അങ്ങനെ നിങ്ങളുടെ കമൻറ്റ് ചെയ്യും. ഓക്കെ പിന്നെ നെക്സ്റ്റ് ഏത് ഗെയിം കളിക്കണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യും. ഞാൻ കളിക്കാം എന്തെങ്കിലും ഹൊറർ ഗെയിംസോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമുലേറ്റർ ഗെയിംസോ എന്തിലാണ് ഇവിടെ ഈ സാധനം ഞാൻ കണ്ടില്ല കേട്ടോ. ഓക്കെ സെറ്റ്. ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചിട്ടാണ് കണ്ടത് ഈ ഒരു സംഭവം, ഈ ഒരു സ്റ്റൂളും ഈ ഒരു സംഭവം. അത് നമുക്ക് പതിപ്പിച്ചാൽ ഇത് പതിപ്പിക്കാട്ടോ. ഇങ്ങനത്തെ ചെറിയ സാധനങ്ങൾ പതിപ്പിക്കുന്നത് ഒറ്റ ഇങ്ങനെ പതിപ്പിച്ച് ചെയ്യും, അതാണ് ഞാൻ പതിപ്പിക്കാതെ പറയുന്നത്. അതാണ് അറിയാല, നമ്മൾ കുറച്ച് സീനായതുകൊണ്ട്. ഓക്കെ ഈ സ്റ്റൂള് എവിടെയുണ്ട്, ഇവരെന്തിനാണോ ഈ കാട്ടുപോയിക്കൊണ്ടു ഈ മരത്തിൻ്റെ സ്റ്റൂളൊക്കെ സെറ്റ് ചെയ്യണം. ഈ സംഭവം നോക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ എന്തായാലും ഇതിൻ്റെ പേര് എന്താണ് പറയുന്നല്ലോ, നമ്മൾ ആകാശം നോക്കുന്ന സംഭവമില്ലേ. പക്ഷെ ഇതിന് പേര് എനിക്കറിയാം, എൻ്റെ നാക്കിൻ്റെ തുമ്പിലുണ്ട്, പക്ഷെ എനിക്കത് കിട്ടില്ല. എൻ്റെ പൊന്നു ഇത് മാറണം മോനെ, ഇത് മാറാൻ പറയുമ്പോൾ ഏണിയുടെ പൊക്കത്തേട്ട് കയറണം. ഇറങ്ങി ഏണിയെടുത്ത് മാറ്റാൻ ഏണിയുടെ പൊക്കത്തേട്ട് കയറാണ്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ പേരറിയാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. എനിക്കറിയായിരുന്നു. എന്ത് സ്കോപ്പാണ് നോക്കുന്നത്, എൻ്റെ നാക്കിൻ്റെ തുമ്പിലിടും. പക്ഷെ എനിക്ക് എന്താണ് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. നമ്മൾ ആകാശം നോക്കുന്ന സംഭവമാണ്, നമ്മൾ സ്റ്റാർസിനെയൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താണ് സംഭവമൊക്കെയാണ്. എനിക്ക് വലിയതായിട്ട് ധാരണയൊന്നുമില്ല, എന്നാലും അറിയാലോ. നോർമലി ഇത് യൂസ് അതിനാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അതല്ലാണ്ട് വേറെ കുറേ യൂസൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ ഗ്രഹത്തിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഈ ചിഹ്നഗ്രഹമൊക്കെ ഇല്ലേ, അതിനൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്.
അറിയില്ല ഗൈസ്. നമ്മൾ ഇനി ഇത് കണ്ട ഈ ചെറിയ ചെറിയ സുനാപ്പിളുകൾ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ടാ. ലെറ്റ്സ് ഗോ. നമ്മൾ ലാസ്റ്റ് 99% ആണ് ഇത്. ഓക്കെ ഗൈസ്, ഇതൊരു ക്ലീൻ എങ്ങനെ സെറ്റായി. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ എപ്പിസോഡ് അപ്പോൾ ഇത്ര ഉള്ളൂ, ഒരു ചെറിയൊരു എപ്പിസോഡായിരുന്നു. ഓ ഗൈസ്, ഈ പൂച്ച ഇവിടെ ഉണ്ടാ ഗൈസ്. ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ പൂച്ച ചെയ്തോന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്തൊരു ലൈക്ക് ചെയ്യുക, സബ് ചെയ്തൊരു സബ് ചെയ്യുക. അപ്പോൾ ഇതൊരു പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബിലോ. പിന്നെ നെക്സ്റ്റ് ഏത് ഗെയിം വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബിലോ. ഞാൻ അതൊക്കെ ട്രൈ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഹൊറർ ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ, പുതിയ ഹൊറർ ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ അതൊക്കെ ട്രൈ ചെയ്യും. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ ലെറ്റ്സ് ഗോ. ബൈ ഗൈസ്.